കെഎസ്ആർടിസിയുടെ ഓൺലൈൻ കൺസെഷൻ പാളി, കുട്ടികൾ ദുരിതത്തിൽ. ഡിപ്പോ ഉപരോധിക്കുമെന്ന് രക്ഷിതാക്കൾ. ഈരാറ്റുപേട്ട കെഎസ്ആർടിസിയുടെ പരിധിയിൽ നിരവധി കോളേജുകളും സ്കൂളുകളും ടെക്നിക്കൽ സ്കൂളുകളുമുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്. കെഎസ്ആർടിസിയുടെ കൺസെഷൻ ഓൺലൈൻ വഴി വിതരണം ആരംഭിച്ചത് വിജയകരമായി ദ്രുതഗതിയിൽ പൂർത്തിയായി വരുന്നുവെന്ന് മാനേജിംഗ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും പത്രക്കുറിപ്പ് ഇറക്കിയിട്ടും നാളിതുവരെ ഒരൊറ്റ കുട്ടിക്ക് പോലും കൺസെഷൻ നൽകാനാവാതെ ഈരാറ്റുപേട്ട ഡിപ്പോ അധികാരികൾ. വിദ്യാഭ്യാസ സ്ഥാപന മേധാവി അംഗീകരിച്ച് കെഎസ്ആർടിസിയിലെത്തുന്ന മുഴുവൻ കൺസെഷനും അതാത് ദിവസം തന്നെ നൽകി വരുന്നുണ്ടെന്നാണ് കെഎസ്ആർടിസി എംഡിയുടെ വാദം. എന്നാൽ സ്കൂൾ തുറന്ന് 2 ആഴ്ചയായിട്ടും ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്നും ഒരു കുട്ടിക്ക് പോലും ഇന്നേ വരെ അങ്ങനെ കൺസെഷൻ നൽകിയിട്ടില്ലെന്ന് ഡിടിഒ പറയുന്നു. മേൽഘടകം വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളെ പഴിചാരുമ്പോൾ യഥാർത്ഥ വിഷയം കെഎസ്ആർടിസിയുടെ ടെക്നിക്കൽ ഇഷ്യൂവും വൈദഗ്ധ്യം നേടിയവരുടെ അപര്യാപ്തതയുമാണെന്ന് പ്രസാദ് കുരുവിള പറഞ്ഞു. ഈ കൊട്ടിഘോഷിച്ച് കെഎസ്ആർടിസി നടപ്പിലാക്കിയ സ്റ്റുഡന്റ് കൺസെഷൻ സംവിധാനം തുടക്കത്തിൽ തന്നെ പാളിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കുവാൻ ഈ കെഎസ്ആർടിസി അധികൃതർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം. വർത്താനം അല്ലെങ്കിൽ കൈപ്പള്ളി പോലുള്ള മേഖലകളിൽ കെഎസ്ആർടിസിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു മേഖലയാണ്. അപ്പം ആ പ്രദേശത്തെ കുട്ടികൾ ഇപ്പം വർത്താനത്ത് നിന്ന് പൂഞ്ഞാറിലേക്കും അല്ലെ കൈപ്പള്ളിയിൽ നിന്ന് പൂഞ്ഞാറിലേക്കും അല്ലെ മറ്റ് പ്രദേശങ്ങളിലേക്കും ഒക്കെ പോകാൻ വേണ്ടി കുട്ടികൾ ദിവസം പ്രതിദിനം 50 രൂപയിലധികം മുടക്കേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. രക്ഷിതാക്കൾക്ക് അത് വളരെ ദുരിതമാണ്. വിഷയം അടിയന്തിരമായി പരിഹരിച്ചില്ലെങ്കിൽ ഡിപ്പോ ഉപരോധ നടപടികളിലേക്ക് കടക്കുമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഈരാറ്റുപേട്ട കെഎസ്ആർടിസിയുടെ പരിധിയിൽ നിരവധി കോളേജുകളും സ്കൂളുകളും ടെക്നിക്കൽ സ്കൂളുകളുമുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്. പൂഞ്ഞാർ, പറത്താനം മേഖലകളിലുള്ള കുട്ടികൾക്കും കൈപ്പള്ളി പോലുള്ള പ്രദേശത്തെ കുട്ടികൾക്കുമാണ് ഏറെ ദുരിതം. കെഎസ്ആർടിസിയെ മാത്രം ആശ്രയിക്കുന്ന പ്രദേശങ്ങളാണിവ. 2 ആഴ്ചയായി പ്രതിദിനം 50 രൂപയിലധികം മുടക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ രക്ഷിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മലയോര മേഖലകളിലെ കൂലിപ്പണിക്കാരായ രക്ഷിതാക്കളുടെ കുട്ടികളും ഈ ഗണത്തിൽപ്പെടുന്നു. അടിയന്തര പരിഹാരത്തിനായി ഗതാഗത വകുപ്പ് മന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും കീഴ്ഘടകങ്ങളിലേക്ക് അറിയിപ്പ് കൈമാറാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന വീഴ്ചയും പ്രശ്നപരിഹാരത്തിന് കാലതാമസം നേരിടുന്നതായി കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി പ്രസാദ് കുരുവിള പറഞ്ഞു. i4u ന്യൂസ്, പാലാ.